തമിഴിൽ കണ്ട പോലെ ഏറ്റവും അധികമായിട്ടുള്ള റിക്വസ്റ്റാണ് എങ്ങനെ ഒരു തേർഡ് പാർട്ടീനെ കംപ്ലീറ്റ്ലി ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യുക, ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുക, അതിനുള്ള സ്വിച്ച് വേർഡ്സ് പറഞ്ഞു തരുമോ, അതിനുള്ള ഹീലിംഗ് പ്രയേഴ്സ് പറഞ്ഞു തരുമോ, അതിനുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് പറഞ്ഞു തരുമോ. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് കംപ്ലീറ്റായിട്ട് കാണുന്നവർക്ക് കാണാം. ബിക്കോസ് എന്തൊരു സത്യമാണെങ്കിലും കേൾക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. അല്ലാത്തവർക്കത് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. ബിക്കോസ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്, വിച്ച് ഇസ് തേർഡ് പാർട്ടി റിമൂവൽ വിത്ത് റിയൽ ലൈഫ് സ്റ്റോറി, റിയൽ ലൈഫ് സക്സസ് സ്റ്റോറീസ്. ശരി, തേർഡ് പാർട്ടി ഒരു ലിറ്ററലി പേഴ്സൺ ആവണമെന്നില്ല. അതിപ്പോൾ കരിയർ ആയിരിക്കാം, ഫാമിലീസ് ആയിരിക്കാം, ഇൻലോസ് ആയിരിക്കാം, വേറെ എന്ത് വേണമെങ്കിലും ആവാം, ഫ്രണ്ട്സ് ആയിരിക്കാം. അതിനെല്ലാത്തിനെയും ഈ തേർഡ് പാർട്ടി ആണെന്ന് നമ്മൾ പറയും. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അതൊരു ഹസ്ബൻഡ് വൈഫാണോ, കപ്പിളാണോ, ആരായി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആൻഡ് മിക്കപ്പോഴും ഒരു പാർട്ട്ണറായിരിക്കും ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നടക്കുക. തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്, ഹസ്ബൻഡിന് ഇപ്പം എന്നെ വേണ്ട, അല്ലെങ്കിൽ വൈഫിന് ഇപ്പം എന്നെ വേണ്ട, തേർഡ് പാർട്ടിയുടെ കൂടെ പോയി കംപ്ലീറ്റ്ലി ഫോക്കസ് കൊടുക്കുന്നത് ആർക്കാ? തേർഡ് പാർട്ടിക്കാണോ? ഞാനിനി നിങ്ങൾക്കൊരു എക്സാക്ട്ലി ഒരു കാര്യം പറയട്ടെ. എവിടേക്കാണോ നിങ്ങളുടെ തോട്ട് പോകുന്നത് അവിടേക്കാണ് നിങ്ങളുടെ എനർജിയും പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഒബ്സെസ്ഡ് ആണ്, തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്, ഫിയർ ആണ്, അയ്യോ എന്നിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ ലോ ആക്കി വെക്കുകയാണ്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയി ലോ ആക്കി വെക്കുകയാണ്. എന്തൊക്കെ സർക്കംസ്റ്റൻസ് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് തോന്നുന്നില്ല നിങ്ങൾ നെഗറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നെഗറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ദ കംപ്ലീറ്റ് ഫോക്കസ് നിങ്ങൾ എപ്പോൾ ഒരു തേർഡ് പാർട്ടിയിലേക്ക് കൊടുക്കുന്നോ അവിടേക്കാണ് നിങ്ങളുടെ എനർജി പോവുക, അവിടേക്കാണ് നിങ്ങളുടെ ലൈഫും പോവുക. ഒന്ന് എടുത്തു നോക്കൂ, എന്തുകൊണ്ടാണ് എല്ലാവർക്കും മാനിഫെസ്റ്റേഷൻസ് പോസിബിൾ അല്ലാത്തത്? എന്തുകൊണ്ടല്ലാത്തത്? കാരണം എല്ലാവരും നെഗറ്റീവായിട്ട് സെൽഫ് സാബോട്ടേജ് ചെയ്യുകയാണോ, നെഗറ്റീവായിട്ട് സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സിലിരിക്കുകയാണോ? എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. എല്ലാവരും മൾട്ടി മില്യനെയർ ആയിരിക്കും, എല്ലാവരും ബില്യനെയർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം എല്ലാവർക്കും നെഗറ്റീവ് ചിന്തിക്കാനാണ് എളുപ്പം. ഒരു നെഗറ്റീവ് സർക്കംസ്റ്റൻസസ് ഉണ്ടായിരിക്കുമ്പോൾ ചാലഞ്ചിങ് ആണ്. പക്ഷെ എല്ലാവരും നെഗറ്റീവ് ചിന്തിക്കാനാണ്, എന്നെ വേണ്ടാത്തതുകൊണ്ടാണ്, സെൽഫ് വർത്ത് ഡൗൺ ആക്കി വെക്കുന്നതാണ്, അവർക്ക് അവരെ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. എന്നിട്ട് എന്താ ചെയ്യുക? എല്ലാ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും ചെയ്തിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് ഫോക്കസ് കൊടുക്കുക, സെൽഫ് വർത്ത് ഡൗൺ ആക്കി വെക്കുക, കൂടുതൽ ഫോക്കസ് തേർഡ് പാർട്ടിയിലേക്ക് എനർജി കൊടുത്തുകൊണ്ടിരിക്കുക. തേർഡ് പാർട്ടിയാണ് എല്ലാം, തേർഡ് പാർട്ടിയാണ് എല്ലാം, തേർഡ് പാർട്ടിയാണ് എല്ലാം. അപ്പോൾ എന്താ ഉണ്ടാവുക? നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ ഈ ലൈഫ് കൂടുതൽ പ്രൂഫ് തന്നുകൊണ്ടിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് കറക്റ്റാണെന്ന് ചിന്തിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ ആലോചിക്കുകയാണ് ഈ ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുകയാണ് ഈ ഒരു പാർട്ട്ണറിന് തേർഡ് പാർട്ടീനെ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം അവരെ സ്റ്റോക്ക് ചെയ്യാൻ പോകുന്നോ അത്രയും പ്രൂഫുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലൈഫ് ഒന്ന് എടുത്ത് നോക്കുക, അത് ഏതൊരു കാര്യമാണെങ്കിലും എടുത്ത് നോക്കുക. നിങ്ങൾ എത്രത്തോളം അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നോ അത്രയും റീസൺസ് നിങ്ങൾക്ക് പ്രൂഫായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. ശരിയാണോ? ഒരു ക്ലയൻറ്റ് റീസെൻ്റ്ലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ദ മൊമെൻറ്റ് അവർ എത്രത്തോളം തേർഡ് പാർട്ടീനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നോ അത് കൂടാൻ തുടങ്ങി. ദ മൊമെൻറ്റ് അവർ ആ തേർഡ് പാർട്ടിയുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി വിട്ട് അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവരെ വിട്ട് കളഞ്ഞോ, ദ മൊമെൻറ്റ് ആ ഒരു പാർട്ടി എക്സിസ്റ്റേ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവം അവരുടെ ലൈഫിൽ നിന്ന് ഹീലായി. വിച്ച് ഇസ് എ ബിഗ്ഗസ്റ്റ് പ്രൂഫ് ദാറ്റ് എവിടേക്കാണ് നിങ്ങളുടെ തോട്ട് പോകുന്നത് അവിടെയാണ് നിങ്ങളുടെ എനർജി പോകുന്നത്. നിങ്ങൾ പണ്ട് എന്തൊരു കാര്യം എടുത്ത് നോക്കിയാൽ, നിങ്ങൾ എന്തൊരു കാര്യത്തിനാണോ പേടിക്കുന്നത് അതായിരിക്കും ഇപ്പോൾ നടക്കുന്നുണ്ടായിരിക്കാം. സിമ്പിൾ. നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ ബിലീഫാണ് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി. ആൻഡ് അതിലെ ഏറ്റവും മെയിൻ സ്റ്റെപ്പ് നിങ്ങളാണ്. അതിൽ നിങ്ങൾ എത്ര മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എവിടേക്കാണ് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുന്നത്, എവിടേക്കാണ് നിങ്ങളുടെ അറ്റൻഷൻ പോകുന്നത്, അവിടേക്കാണ് നിങ്ങളുടെ ലൈഫ് ആൻഡ് എനർജി ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക, എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാണ്, നിങ്ങൾക്കിതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ 18th വരുന്ന ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക്ഷോപ്പ് ഉണ്ട്.
എങ്ങനെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഫ്രീക്വൻസി റേസ് ചെയ്യാം. ഇതിനെക്കുറിച്ച് ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ മെഡിറ്റേഷൻസ് തരുന്നുണ്ട്, റീപ്രോഗ്രാമിംഗ് ഓഡിയോസ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ആൻഡ് മുന്നേ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവർക്ക് ഒരു ഓഫറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട് ചെയ്യാം. ഒരു 1 day ക്ലാസ് ആയിരിക്കും, ബട്ട് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പറയണം. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു സോൾ കോളിംഗ് ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ആൻഡ് ഓൾസോ എന്തൊരു ഇഷ്യൂസിലും നമ്മൾ ആദ്യം വേണ്ടത് നമ്മളെ ഹീൽ ചെയ്യുകയാണ്. ആൻഡ് ആ ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ബുക്കാണ് ഹോപ്പുണുപ്പുണു. നിങ്ങളുടെ എല്ലാ ഏരിയാസ് ഓഫ് ലൈഫിലുള്ള ഹീലിംഗ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് തേർഡ് പാർട്ടീസ് ആണെങ്കിൽ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഹീൽ ചെയ്യണമെന്നും എങ്ങനത്തെ ഇൻറ്റൻഷൻ യൂസ് ചെയ്യണമെന്നും എത്ര ദിവസം ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ട്രാക്ക് ചെയ്യാം. ഇപ്പോൾ 42 ദിവസമാണ് ഞാൻ ട്രാക്കിംഗ് പേജ് കൊടുത്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും ഹീലിംഗ് ജേർണി കഴിയുമ്പോൾ ഇവിടെ ടിക്ക് ഇടാം. ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് കൊടുക്കാം. സോ ഈ ബുക്ക് ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ ലിങ്ക്സും. സോ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഇത്രേ പറയുള്ളൂ, നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ ഒരു ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് വയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുമാണ് പെർമനൻറ്റ്. നിങ്ങളുടെ പാർട്ട്ണറാണ് പെർമനൻറ്റ്. അതിൽ നിന്ന് ഒരിക്കലും ഒരാൾ പോലും ഇല്ല. നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ അതിലേക്ക് കൊടുത്തു നോക്കിയേ. പിന്നെ ഞാൻ ഇത്ര പറയും, ഒരു റോങ് ആയിട്ടുള്ള പാർട്ട്ണർ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു റോങ് ആയിട്ടുള്ള പേഴ്സൺ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യരുത്. പക്ഷേ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഓൾറെഡി മാരീഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ ഒരാളിലേക്ക് ടൈ ചെയ്യാണ്ടിരിക്കുക. അവർ വന്നു എന്ന് വെച്ചിട്ട് ഞാൻ പൊട്ടയതുകൊണ്ടാണ്, ഞാൻ നല്ലതല്ലാത്തതുകൊണ്ടാണ്, അത് നിങ്ങളുടെ വൈബ്രേഷനാണ് താഴെ പോകുന്നത്. അവിടെ കൂടുതലും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, അവരും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള സംഭവം കൂടെ കൂടുതൽ ഫോക്കസ് നിങ്ങൾ അതിലേക്കാണ് കൊടുക്കുന്നത്, നിങ്ങളുടെ എനർജി അതിലേക്കാണ് കൊടുക്കുന്നത്, ഫോക്കസ് അതിലേക്കാണ് കൊടുക്കുന്നത്. സോ ആ ഒരു ലൈഫാണ് കൂടുതൽ നിങ്ങളുടെ പ്രൂഫായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് അതിൻ്റെ മെയിൻ റീസൺ. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറ്റും. ആൻഡ് അതാണ് ദ പെർമനൻറ്റ് സൊല്യൂഷൻ. ദ മൊമെൻറ്റ് നിങ്ങളെപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നോ, എൻ്റെ സെൽഫ് വർത്ത് ഞാൻ ഒരാൾക്കും വേണ്ടി വെടിയുന്നില്ല, ഞാൻ എൻ്റെ സെൽഫ് വർത്ത് ഒരാൾക്കും വേണ്ടി മാറ്റി വയ്ക്കുന്നില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഞാനും എൻ്റെ പാർട്ട്ണറാണ് പെർമനൻറ്റ്, ഞങ്ങളാണ് പെർമനൻറ്റ്. അതൊരു തേർഡ് പാർട്ടിയും ഇല്ല. അതൊക്കെ അങ്ങനത്തെ ഒരാളെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ തന്നെയാണ് മെയിൻ. എപ്പോൾ നിങ്ങൾ ഫോക്കസ് എത്രത്തോളം ഇതിലേക്ക് കൊടുക്കുന്നോ, ട്രസ്റ്റ് മീ, ആ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഡിവൈൻ കൺഫർമേഷൻ, ആ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ എക്സിസ്റ്റേ ചെയ്യില്ല. അത് നിങ്ങളുടെ ലൈഫിൽ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ദ ട്രൂത്ത്. ഇതാണ് ട്രൂത്ത്. നിങ്ങൾ ഹോപ്പണോപ്പണോ ചെയ്യുമ്പോഴും എന്താ അതിൻ്റെ പ്രോസസ്സ്? നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് ബിലീഫ്സിനെ കളയുന്നതാണ് പ്രോസസ്സ്. എല്ലാവരും ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ്. പക്ഷെ നിങ്ങൾ ഈ മെത്തേഡ്സൊക്കെ ചെയ്യും തോറും നിങ്ങളുടെ ഉള്ളിലാണ് പോസിറ്റീവ് വൈബ്രേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉയരുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നത്. ആ ഒരു നെഗറ്റീവ് ബിലീവ്സ് മാറുമ്പോഴാണ് അതൊക്കെ ഇല്ലാണ്ടാവുന്നത്. സോ നിങ്ങളുടെ തോട്ടാണ് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ എനർജി. അത് മനസ്സിലാക്കിയാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. കുറേ കാര്യങ്ങൾ ടഫാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇമ്പോസിബിൾ ആണോ ഒന്ന് ചോദിച്ചു നോക്കുക. ഇമ്പോസിബിൾ അല്ല. നെഗറ്റീവായിട്ട് വിചാരിച്ച് സഫർ ചെയ്യുന്നതാണോ ഇപ്പോൾ പോസിബിൾ? അതാണോ എളുപ്പം? യെസ്, അതല്ല എളുപ്പം. അതുകൊണ്ടല്ല എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയല്ല. എപ്പോഴൊക്കെ ഈ ഒരു സക്സസ് സ്റ്റോറീസ് വരെയുണ്ട്, ജസ്റ്റ് അവരുടെ തോട്ട് പ്രോസസ്സ് അവർ മാറ്റിയതുകൊണ്ട് മാത്രം. ദ മൊമെൻറ്റ് എന്തുകൊണ്ട് എല്ലാവരും ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞ് ആദ്യം ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും ബ്രേക്കപ്പിൽ, അല്ലേ? ആ ബ്രേക്കപ്പൊക്കെ ഫോക്കസ് ചെയ്ത് കംപ്ലീറ്റ്ലി, അതെന്ത് ബ്രേക്കപ്പ് ആവട്ടെ, അയ്യോ എന്നെ വിട്ടുപോയി എന്നുള്ള ആദ്യം കുറേ ഇരുന്ന് കരയും. കുറച്ച് കഴിഞ്ഞ് ആ അറ്റൻഷൻ ആ ഒരു സിറ്റുവേഷൻസിൽ മാത്രമായിരിക്കും. എന്നെ പോയി, ഇതുകൊണ്ടാണ് എല്ലാ അറ്റൻഷനും അതായിരിക്കും. ദ മൊമെൻറ്റ് നിങ്ങൾ ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് കുറേ സൊല്യൂഷൻസ് വരും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഒരു ഗ്ലോ അപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വിട്ടുപോയവരൊക്കെ തിരിച്ച് മിസ് യു, എനിക്ക് നിന്നെ തിരിച്ച് വേണം എന്നൊക്കെ പറഞ്ഞ് വരും. അതാണ് ഈ ഒരു സംഭവം. നിങ്ങളുടെ ലൈഫിൽ എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. എപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരുന്നോ, നിങ്ങളതിൽ നിന്നൊരു ഫോക്കസ് കൊടുക്കാണ്ടിരിക്കുന്നോ, അവിടേക്ക് ലൈഫ് പോവില്ല. ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ ആ ഒരു കാര്യം എങ്ങനെ ആലോചിക്കാണ്ടിരിക്കാൻ പറ്റും മാം, എങ്ങനെ ഇതാക്കാണ്ടിരിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണോ എളുപ്പം? നെഗറ്റീവ് സിറ്റുവേഷൻസ് വരും,
അത് നിങ്ങൾ പണ്ട് പേടിച്ച് വെച്ചിരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള നെഗറ്റീവ് ബിലീഫ്സ് ആണെന്നുണ്ടെങ്കിലോ, ആളെന്നെ വിട്ടു പോകും, ആൾക്ക് എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കിട്ടും എന്നൊക്കെ ഉള്ളൊരു ബിലീഫ് ആണെന്നുണ്ടെങ്കിലോ, സോ ആ ബിലീഫ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോൾ നിങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ എന്തുകൊണ്ട് പോസിറ്റീവായിട്ടും കൂടെ ചിന്തിച്ചുകൂടാ? നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും, പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി ലൈഫിൽ ചാലഞ്ചസ് വരും. ഇതൊരു ഗെയിമായിട്ട് എടുത്തോക്ക്, എന്തുകൊണ്ട് മാനിഫെസ്റ്റേഷൻ പോസിബിൾ അല്ലാത്ത? കാരണം നിങ്ങൾ നെഗറ്റീവ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സിമ്പിൾ. നിങ്ങൾക്ക് വേണ്ടത് ലവാണ്, നിങ്ങൾക്ക് വേണ്ടത് ഹാപ്പിനെസ്സാണ്. പക്ഷെ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഫിയറാണ്, ഗിൽട്ടാണ്, സെൽഫ് വർത്ത് ഇഷ്യൂ ആണ്. അതൊക്കെ നെഗറ്റീവ് വൈബ്രേഷനാണ്. ഫോർ എക്സാമ്പിൾ ഒരു FM ആണ്. FM എനിക്ക് 108 ഇത്ര ഹേർട്സിലാണ് എനിക്ക് മ്യൂസിക് വേണ്ടത്. പക്ഷെ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നത് 91 എങ്ങനെ 108 എത്തും? സോ യൂണിവേഴ്സ് നിങ്ങളുടെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് കേൾക്കുക. സോ ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫ് എന്താണോ അത് നിങ്ങളുടെ തോട്ട് ആൻഡ് ബിലീവ്സ് ആണ്. ചേഞ്ച് ദാറ്റ്, നിങ്ങളുടെ ലൈഫ് മാറും. ഞാൻ ഈ വീഡിയോ ഇതിലേക്ക് വെച്ചിട്ട് നിർത്താൻ പോവാണ്. പേഴ്സണൽ സെഷൻസ്, ഗൈഡൻസ് ആൻഡ് മാനിഫെസ്റ്റേഷൻ കോച്ചിങ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യുക. സോ തിങ്ക് അബൌട്ട് ദിസ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.